നാരങ്ങാച്ചാർ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് കേടാകാറുണ്ടോ? ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. പെട്ടെന്ന് കേടാവില്ല. അതേപോലെ തന്നെ ഫ്രിഡ്ജിലും വെക്കണ്ട. അപ്പൊ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചെറുനാരങ്ങ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ ഇനി ഒട്ടും വെള്ളം പാടില്ല. നന്നായിട്ട് തുടച്ചെടുക്കണം. കിച്ചൺ ടവൽ ഉപയോഗിച്ചിട്ടോ ടിഷ്യൂ ഉപയോഗിച്ചിട്ടോ തുടച്ചെടുക്കാം. നന്നായി തുടച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. വലിയ നാരങ്ങയാണെങ്കിൽ 4 പീസാക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്യണം. ചെറിയ നാരങ്ങയാണെങ്കിൽ 2 പീസാക്കിയാൽ മതി. അങ്ങനെ എല്ലാ നാരങ്ങയും 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കുടഞ്ഞിട്ടും എടുക്കണം. അതിനുശേഷം 4 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 4 മണിക്കൂറിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കാം. കണ്ടില്ലേ, ചെറുനാരങ്ങയിൽ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു വലിയ വെളുത്തുള്ളിയും വലിയ കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇഞ്ചി ഇതേപോലെ കനം കുറച്ചിട്ട് നീളത്തില് അരിഞ്ഞെടുക്കണം. വെളുത്തുള്ളിയും ഇതേപോലെ ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. വലിയ അല്ലികളാണെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം ഒരു വലിയ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവുമ്പോൾ 1/2 കപ്പ് നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണ ചൂടാവുമ്പോൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി അല്ലിയും ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു പിടി കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഗോൾഡൻ കളറാവുമ്പോൾ നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കണം. നാരങ്ങ ചെറുതായിട്ടൊന്ന് വേവാനാണ്. അധികം വെന്ത് പോരുത് കേട്ടോ, നന്നായിട്ട് ശ്രദ്ധിക്കണം. 1 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നാരങ്ങ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ കുത്തി ഇളക്കരുത് കേട്ടോ. മുളക് പൊടി നല്ല എരിവുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കണ്ട. പക്ഷേ ഈ മുളക് പൊടി അത്ര എരിവില്ലാത്തതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ടീസ്പൂൺ ഉലുവപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയാണ്. അതും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫാക്കി 1 ടീസ്പൂൺ വിനാഗിരിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാട്ടോ. ഇനി ഇത് പിറ്റേ ദിവസം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങാം. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എത്ര നാൾ വേണമെങ്കിലും ഇത് കേടാകാതെ ഇരിക്കും. അച്ചാർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെറ്റായ സ്പൂണ് ഉപയോഗിച്ചിട്ട് എടുക്കരുത്. ഡ്രൈ ആയ സ്പൂണ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക.